എൻ്റെ പേര് ശോഭന. ഡാലി ചൽപ്പി താമസിക്കുകയാണ്. അതായത് 19-ൽ നമുക്കൊരു പേപ്പർ തന്നതാണ് സർക്കാർ, ഇവിടുന്ന് ഒഴിവാക്കി ഇറങ്ങിപ്പോവാൻ. ഇന്ന് വരെയും ഈ 6-7 വർഷമായിട്ടും അതിനൊരു തീരുമാനവും ആയില്ല. ഈ അപ്പുറത്തെ ചതുപ്പിൽ ഈ വലിയ വലിയ ആൾക്കാർ, പണമുള്ളവരും അപ്പുറത്ത് താമസിക്കാത്തവർക്കും സർക്കാർ മനഃപൂർവ്വം അവരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഈ പാവങ്ങളെ ആന ചവിട്ടി കൊല്ലാൻ വേണ്ടി മാത്രം അവരിട്ടേക്കുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം അങ്ങനെയാണ് നമ്മളെ കൺമുമ്പിൽ കണ്ടേക്കുന്നത്. അവർ താമസം ഇല്ലാത്തവരെ അവര് ഒഴിവാക്കണമെങ്കിൽ നമ്മളെ വീട്ടിന്റെ അവിടെ 3-4-7 ഓഹരി കൊടുത്ത്, അതും താമസം ഇല്ലാത്തവർക്ക്, അന്നേരം വെളിയിലുള്ളവർക്ക്, അന്നേരം ഇവര് എന്ത് കണ്ടോണ്ടാണ്? അന്നേരം നമ്മളെ ഒരേന്നിന് ആന കൊല്ലണം. താമസിക്കാത്ത മക്കൾക്കും എല്ലാം കൊടുത്ത്, ഈ സർക്കാർ അറിയാതെ കൊടുത്തതാണ്. ഇവിടുത്തെ റേഞ്ച് ഓഫീസർ അറിയാതെയാണ് ഈ പൈസ പോയത്. നമ്മളെ പാവങ്ങളടുത്തേ പറ്റിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ അടുത്തും പറ്റിക്കാൻ അവരെ കൊണ്ട് പറ്റൂല. അവരെ മക്കൾ പോലും ഗൾഫിലുള്ളവർക്കാണ് 3 ഓഹരി 45 ലക്ഷം 60 ലക്ഷം വരെ കൊടുത്തവരാണ്. മാത്രം ഡാലിന്ന് എത്ര പേര് പോയിട്ടുണ്ട്? 7 പേര് പോയി. 7 പേരെ പോയുള്ളൂ. അത് താമസം ഇല്ലാത്തവരാ. വെളിയിൽ വലിയ വീടും വെച്ച് താമസിക്കുന്നവര്, വസ്തു ഉള്ളവര് ആവും. ഫണ്ടിലുമല്ല. നമ്മള് ചോദിക്കപ്പം ഫണ്ടിലില്ല. നമുക്കറിയാമോ ഇപ്പൊ പണ്ട് എന്താണ്? നമ്മളെ ഈ ആനയെ നമ്മളെ ജീവനാണ് നമ്മൾ ചോദിക്കുന്നത്. 2 ദിവസം മുമ്പ് പ്രകാശന്റെ സംഭവം തന്നെ നടന്ന് വനത്തിൽ സ്ഥിരമായി പോകുന്ന ആള് മണം പിടിച്ച ആന മൃഗങ്ങളെ അറിയാൻ പറ്റും. അത് എങ്ങനെയായിരുന്നു സംഭവിച്ചത്? സത്യം പറഞ്ഞ അവന്റെ ബന്ധുക്കളാണ്. രാത്രി അവന്റെ അളി അങ്ങോട്ട് വിളിച്ച്, ഇങ്ങോട്ട് വാ, എന്റെ അമ്മയ്ക്കും സുഖമില്ല, നീ ഇങ്ങോട്ട് കയറി വാ. അങ്ങോട്ട് ചെന്നപ്പം വഴിയിൽ ഇപ്പൊ ആന നിൽക്കുന്നെന്ന് അറിയുന്ന, ആന തട്ടി എടുത്ത് എറിഞ്ഞ്. എത്ര മണിയായിരുന്നു സമയം? ഒരു 10 മണിയാവും. ഒരു 10-11 മണി. ഞാൻ അപ്പുറമൊന്നും ആയില്ല. നമ്മളെപ്പോഴും പോണ റോഡല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പെണ്ണുങ്ങളും ഒക്കെ നടക്കുന്ന റോഡിൽ കൂടെ ആണ് അത് സംഭവിച്ചത്. നാളെ നമുക്കും അത് വന്നുകൂടാന്നില്ല. ഒരു ചെറുക്കൻ തൊട്ടടുത്തൊരു കൊച്ചു വീടുണ്ടായിരുന്നു, അവിടെ നിൽക്കുകയാണ് ഈ ആന അടിച്ചിടുന്നത്. വിളി കേട്ട് എടാ എന്നെ രക്ഷിക്കടാന്ന് പറഞ്ഞ് ഇവൻ ഓടി ഇറങ്ങി വന്നതും നോക്കപ്പം 2 ആന അപ്പുറം ഇപ്പുറം നിൽക്കുവാണ്. തട്ടി എറിഞ്ഞത് തോട്ടിലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ അവന്റെ കാര്യം തീർന്നു. സർക്കാർ എന്ത് തരും? അപേക്ഷകളെല്ലാം കൊടുത്തു ഒരു 5 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരും. പിന്നെ കണക്കാ. നമ്മളിവിടെ പത്രവും അതും ഇതെല്ലാം TV എല്ലാം ഡെയിലി കണ്ടോണ്ടിരിക്കുകയല്ലേ. നല്ല ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ. ഞാൻ ഇപ്പൊ ഓർമ്മിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ വിചാരിച്ചേക്കുന്നത് ഈ പാവങ്ങളെ ആന കൊല്ലട്ടെ, അവർക്ക് ഈ പൈസ കൂടി എടുക്കാനാണ്. അത് 100% അത് സത്യം ഒന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പാവങ്ങളെ അവർക്ക് ഇറക്കിയാ പോരെ? താമസിക്കുന്നവരെ നാളെ ആയാലും അവർക്ക് പൈസ കൊടുത്താ പോരെ? ഇതിന് ചോദിക്കാൻ ആളുണ്ടാ? ആരാ ചോദിക്കുന്നത്? ഇവിടെ വനസംരക്ഷണ സമിതി ഒന്നും ഇല്ലയോ? ഉണ്ട്. കമ്പി മെനഞ്ഞാന്നതാ കമ്പി ഇട്ട് ഇന്നലെ രാത്രി വന്ന് ഇത് ഫെൻസിങ് ഇട്ട് വെച്ചേക്കുക. പ്രകാശനെ ആക്രമിച്ചതിന് ശേഷം ഇലകിടക്കാൻ ഇറങ്ങി വരത്തില്ലേ? എന്റെ പൊന്നെ, പ്രകാശൻ അടിച്ചതിന്റെ പിറ്റേ രാത്രി വന്ന് ഈ കമ്പിയെല്ലാം വാരി ചുറ്റി ദൂരെ കളഞ്ഞിട്ട് ഒറ്റ മേനിയിലായിരുന്നു കൂട്ടം ആന നടന്നത്. ഇന്നും സർക്കാർ കമ്പി കൊണ്ടിട്ട് കിടക്കുക. ഈ കമ്പി കെട്ടുന്ന പൈസ മതി നമുക്ക് തന്ന് നമ്മളെ ഒഴിവാക്കായി. അവരടുത്തത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇത് പ്രയോജനമില്ലാത്ത കാര്യമല്ലയോ? പിന്നെ ഇത് ആനയില്ലേ, ആടാ കന്നാലി അല്ലല്ല. ഒരു മരം ഈ കമ്പിയിൽ ഈ മരം പുഴുത് ചവിട്ടി അങ്ങ് ഇരുത്തുക. അന്നേരം എത്ര വേലിക്കമ്പാണ് ചാഞ്ഞങ്ങ് പോണ? എത്ര ആനയ്ക്ക് ഇറങ്ങി പോവാ? ഇത് ചവിട്ടി ചായക്കൂലേ? എടേ, ഈ ഒരു മരം ചവിട്ടി ചാച്ചാ പോരെ? ആനയില്ലേ ചവിട്ടി ചാച്ചാ അതങ്ങ് താരൂലേ? 3-4 കമ്പി വില അത്രയ്ക്കുള്ള വിലയല്ലേ ഉള്ളു. അത് അന്നേരം ആനയെ കൂടെ എത്ര ആനയ്ക്ക് ഇറങ്ങി പോവാ? പിന്നെയും വന്ന് അവര് ഇത് കെട്ടുവാ. ഇത് അടിസ്ഥാനപരമായിട്ട് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വെറുതെ പൈസ സർക്കാരിന്റെ ഫണ്ട് പോകുന്നു. ഫണ്ട് അവർക്ക് 50 കോടിയും ഒക്കെ എഴുതിയെടുക്കാം. അല്ലാതെ നമ്മൾ എന്താണ് പറയുന്നത്? തിരുവനന്തപുരത്ത് പിന്നെ അവിടെ ചെന്ന് DFO കണ്ടപ്പോഴും സാറിന്റെ അടുത്ത് നമ്മൾ ഇതാണ് പറഞ്ഞത്, സാറേ നമുക്ക് നിവർത്തിയില്ല, നമ്മളെ ഒന്ന് സഹായിക്കണേ, നിങ്ങളെങ്കിലും നമ്മളെ ഒന്ന് സഹായിക്കണേ സാറേ. ഇന്നതുപോലെ വേലി ഇട്ടിട്ട് കാര്യമില്ല. അവർക്ക് തോന്നി വേലി ഇട്ടാ പിന്നെ ആനയൊന്നും തൊടൂലെന്ന്. നിങ്ങളും ആനയെ കാണുന്നത്, അവര് ആനയെ കാണുന്ന ആന ഇത്രയും ഉള്ളെന്നാണ് വിചാരം. എത്ര ഒന്നിനെ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. ചേച്ചി എത്ര വർഷമായിട്ട് താമസിക്കുന്നുണ്ട്? എന്നെ പ്രസവിച്ചത് ഇവിടെ തന്നെ. സ്ഥലവാസി തന്നെ. തന്നെ
ചേച്ചിയൊക്കെ നേരത്തെ എനിക്ക് അറിയാലോ. ആ എല്ലാം എനിക്ക് 50-60 വയസ്സാവാൻ പോണു. എന്നിട്ട് ഇതുവരെ ഒരു രക്ഷയില്ല. ഈ പാപങ്ങളെ എന്തിനാണ് കിടത്തി? എനിക്കിത് എന്റെ പൊന്നെ എത്ര എണ്ണം മരിച്ചെന്നാ. ഡാലിയില് ഈ ആനയുടെ ആക്രമണത്തിന് എത്ര പേര് മരിച്ച് ഒന്നൊരു മണി എന്ന് പറഞ്ഞ, ഒന്ന് വേറെ ഒരു മണി. അപ്പൊ ആ ഏരിയ തന്നെ ചതുപ്പില് ആ ഏരിയ തന്നെ മരിച്ചത്. പിന്നെ വേണു എന്ന് പറഞ്ഞ ഒരാളുടെ കൈ പോയി. ആന വന്ന് എറിഞ്ഞ വഴിക്ക് പടക്കിട്ടേക്കുമായിരുന്നു. പടക്ക് പൊട്ടി കൈ പോയി. ഇതിനെല്ലാം ഇവരെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുന്നു. ഇതിനൊന്നും ഒരു അഡ്രസ്സും ഇല്ല. അല്ല പണ്ടില്ല. സീരിയസ് ആണ്. ഇന്ന് സംസാരിക്കും, ഇന്നലെ വരെയും സംസാരിക്കത്തില്ല. ഇന്ന് വേണ്ട വെള്ളം കുടിച്ചെന്ന് പറയുന്നു. നെഞ്ചിനകത്തൊക്കെ ചൂട് കയറി അടിയും ചവിട്ടി. പിന്നെ അവന് ചെന്ന് ആന എടുക്കൂലേ, തിരിച്ചെടുക്കൂലേ ആന. 30 വർഷമായി ഇവിടെ താമസമായി വന്നിട്ട്. ഞങ്ങളിവിടെ വന്ന് മേടിച്ച് താമസിക്കുകയാണ്. പക്ഷെ അന്നൊന്നും ഇത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഈ ഇടക്കാലം കൊണ്ടാണ് ഈ ആന ശല്യമൊക്കെ ആയി. ഇറങ്ങി നടക്കാനും പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിള്ളേർക്ക് പഠിക്കാൻ പോകാനും. പക്ഷെ എന്റെ കുട്ടികളെല്ലാം വലുതായി പുറത്ത് വാടകയ്ക്കൊക്കെ താമസിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഉള്ള പിള്ളേരെന്ന് പറയുമ്പോൾ ഇവിടെ താമസിക്കുന്ന 10-20 പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട്. അവർക്കൊക്കെ വലിയ പാടാണ്. ഞങ്ങളായാലും എല്ലാം ബുദ്ധിമുട്ടാണ്. മഴ വന്നാലും ആന ഇറങ്ങി വന്നാൽ പോലും അറിയത്തില്ല. ആന മാത്രമല്ല, കടുവയും പുലിയും എല്ലാം ഉണ്ട്. അങ്ങനെ ഭയങ്കര ശല്യമായിട്ടൊക്കെ നമുക്ക് പോവാനും വരാനും ഭയങ്കര പാട്. ഇപ്പൊ ഒരു സഹോദരൻ ആനയായിട്ട് തള്ളിയിട്ട്, അപ്പൊ അതൊക്കെ നമുക്ക് വലിയ വിഷമം. ഇന്ന് ആ കൊച്ചിന് വന്നെങ്കിൽ നാളെ നമുക്ക് വരില്ലെന്നില്ല. ഈ റോഡിലാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. ഈ റോഡിൽ ഒറ്റയ്ക്കാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആരറിയാൻ പറ്റും? ഇതിപ്പോ രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് സുദേവൻ എന്ന് പറയുന്ന ഒരു താമസമുണ്ട്. അപ്പൊ ആ വീട്ടിലെ ചെറുക്കൻ, ആ ചെറുക്കന്റെ തള്ളയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വിളിച്ചതാ, അളിയ ഒന്ന് വരണമെന്ന്. അപ്പോഴീ അളിയ എന്തോ ഇത് 50 ഏക്കറിൽ ഒരു മരിപ്പായിരുന്നു. മരിപ്പിന് അവരെല്ലാവരും പോയിട്ട് രാത്രി 11 മണിയായി ഇവിടെ വന്നിറങ്ങിയിട്ടാണ് ചെറുക്കൻ, ലൈറ്റ് പോലും ഇല്ലാത്ത ചെറുക്കൻ പോയത്. പോയ വഴിക്ക് വെച്ചാണ് ഈ രണ്ടാനയും 2 സൈഡിൽ നിന്ന് ഒരാനയെ കണ്ടുകൊണ്ട് ഓടിയതാണ് ഒന്നിന്റെ അടുത്തോട്ട്. ഇതാണ് ഈ തട്ടി എന്ന് പറയുന്നത്. ഒന്നിനെ കണ്ടു ഓടിയപ്പോ അത് ഓടി തട്ടിയതാണ് മറെണ്ണത്തിന്റെ അടുത്തേന്ന് വീണ്. അത് തട്ടിയാണ് തോട്ടിലിടുന്നത്. തോട്ടിലിട്ട സമയത്ത് ആരുണ്ട്? അടുത്ത ഒരു വീടുള്ളത് കൊണ്ട് ആ ചെറുക്കൻ ഈ വിളി കേട്ട്, എന്നെ രക്ഷിക്കണേ, എന്നെ ആന ഓടിക്കുന്നേ എന്ന് പറയുന്ന വിളിയും കേട്ട് ചെറുക്കൻ ഓടി ഇറങ്ങി വീട്ടിന്റെ വാതിലിങ്ങനെ നിൽക്കുമ്പോ താഴെ തൊടിയല്ലേ, അന്ന് വെള്ളത്തിൽ വീഴുന്നതും ആനയെ കല്ല് പറക്കി എറിയുകയും വിരട്ടയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് അത് ചെയ്തേ പറ്റൂ. അവനും വിറയ്ക്കുക. അന്ന് ഓടിച്ചിട്ടാണ് ഈ ചെറുക്കനെ എടുക്കുന്നത്. ആന ഒത്തിരി അങ്ങോട്ട് മാറിയതിന് ശേഷമാണ് താങ്ങി എടുക്കുന്നത്. അപ്പോഴും ഈ ചെറുക്കന്റെ അമ്മ താഴെയാണ് താമസിക്കുന്നത്. വിളി കേട്ടോണ്ട് എന്ത് മോനെ എന്ത് മോനെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അമ്മ ഓടി വാമ്മ, പിന്നെ അണ്ണനെ ആന അടിച്ചിട്ടമ്മാന്ന് പറയും. അവർക്ക് ഓടി വരാൻ പറ്റുന്നില്ല. മോനെ നീ പുറത്തിറങ്ങല്ലേ മോനെ, അങ്ങനെയല്ലേ ആർക്കും പറയാൻ പറ്റും. എന്തായിരുന്നാലും രക്ഷ കിട്ടിയല്ലേ നമുക്ക്. ഇപ്പൊ ആശുപത്രിയില്ല. ഇനി ആർക്കും ഇതുപോലെ വരരുത്, ഒരു കുഞ്ഞുങ്ങൾക്കും വരരുത്. നമുക്കതേ പറയാനുള്ളൂ. എല്ലാവരെയും ഉയിര് ഒരുപോലെയാണ്. നമുക്ക് ഒരു കുഞ്ഞിന് വലുതിനെ ചെറുതിനെ ഒന്നിനും വരരുത്. ആശുപത്രി പോകണമെങ്കിലെന്ന് മാത്രമല്ല, ഏത് കാര്യത്തിന് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരെയും വിളിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അവർക്ക് അവരുടേതായ ആവശ്യങ്ങളില്ലേ? നമ്മളെ കുട്ടികൾ ജോലിക്ക് പോകണല്ലേ, ആണുങ്ങൾ പുറത്തു പോകണം. നമ്മളെ കൊണ്ട് നമ്മളെ ആവശ്യത്തിന് പറഞ്ഞു വിട്ടിട്ടോ ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഉയിര് മേടിച്ചും ഇവിടെ ഒന്നൊരു തിരിയെത്തിച്ചും ഉയിര് മേടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്തത്. ഒരു 300 രൂപ കൊടുക്കുന്ന ഒരു ഓട്ടോ കൂലി അക്കരെ വരാം. ഈ ഡാലിയിൽ ഇറങ്ങണമെങ്കിൽ, അവിടെ നിന്ന് ഡാലി ഇറങ്ങണമെങ്കിൽ 150 രൂപ കൊടുക്കണം. ഈ സാമ്പത്തികം ഇല്ല, ജോലിയില്ല. ഈ തൊഴിലുറപ്പിന് പോയാൽ എന്നാണ് കിട്ടുന്നത്? 3 പണി ചെയ്ത് എന്ന് കിട്ടും? ഇതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകും? കുട്ടികളെ പഠിപ്പിക്കാനും അല്ല. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉള്ളതും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കും. അത്രയേ ഉള്ളൂ.